നമസ്കാരം. പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം. പറവൂർ പട്ടണത്തെ പീതസാഗരമാക്കിക്കൊണ്ട് നടന്ന ശ്രീനാരായണ ജയന്തി ഘോഷയാത്രയിൽ പതിനായിരങ്ങൾ അണിനിരന്നു. വിശദമായ വാർത്തയിലേക്ക്. SNDP യോഗം പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 171ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ഡോക്ടർ PR ശാസ്ത്രി നഗറിൽ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, കൗൺസിലർ രഞ്ജിത്ത് മോഹൻ, SNDP യോഗം ഭാരവാഹികളായ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, ഷീബ ടീച്ചർ, PS ജയരാജ്, MP ബിനു, D ബാബു, കണ്ണൻ കൂട്ടുകാട്, VN നാഗേഷ്, PT ശിവസുധൻ, ഷൈജ മുരളീധരൻ, നിഖില ദിലീപ്, NK സജീവ്, അഖിൽ ശാന്തി, VR ഡോസൻ, ജോഷി പല്ലേക്കാട്, D പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേന്ദമംഗലം കവലയിലെ യൂണിയൻ ഓഫീസിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പഴയ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ നഗരം പീതസാഗരമായി. പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള 72 ശാഖകളിൽ നിന്നായി 30,000-ഓളം പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തതായി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ലോകത്തെ നവോത്ഥാന നായകരിൽ പ്രധാന സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ദർശനം ഏറെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവനുള്ളത്. കേരളം ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു പൊട്ടുപോലെയുള്ള ഒരു ചെറിയ ഇടമാണ്. ആ ചെറിയ സ്ഥലത്ത് അന്നത്തെ കാലം നോക്കിയാൽ വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എങ്കിലും ആ ദർശനം ഈ ഭൂമിശാസ്ത്രത്തിന്റെ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കുന്ന സാർവലൗകിക മാനമുള്ള ഒരു ദർശനമാണ്. അത് കാലാധിപത്യമാണ്. കാലാധിപത്യമായ ദർശനം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ദാർശനികന്മാർ മഹാന്മാരായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഗുരുദേവന്റെ ദർശനങ്ങളും ഗുരുദേവന്റെ ചിന്തകളും നമ്മുടെ മനസ്സുകളിൽ നിറയുകയാണ്. ഗുരുദേവ ദർശനം കാലാധിപത്യമാണ്. അത് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ആ ഗുരുദർശനം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്ന് നമുക്കറിയാം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഗുരുദേവൻ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വഴിതെളിച്ച
നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നൊരു സമ്പ്രദായത്തെ മുഴുവൻ അട്ടിമറിച്ച് ആ ഒരു ഏറ്റവും പുരോഗമനപരമായ ഒരു പാതയിലൂടെ ജനങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗുരുദേവൻ പിന്നീട് നടന്ന വൈക്കം സത്യാഗ്രഹവും അതിനുശേഷം നടന്ന ക്ഷേത്രപ്രവേശന വിളംബരവുമെല്ലാം ഗുരുദേവ ദർശനവും അത് ആഴത്തിൽ വേരൂന്നിയത് കൊണ്ട് കേരളത്തിൽ നടന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏകദേശ ഒരു കണക്കനുസരിച്ച് 30,000-നടുത്ത് കുടുംബാംഗങ്ങൾ ഇന്നത്തെ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ ജയന്തി ആഘോഷ പരിപാടികളുടെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 10-ാം തീയതി, ഓഗസ്റ്റ് മാസം 10-ാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിലെ കിടാവിളക്കിൽ നിന്നും ആശ്രമത്തിന്റെ മഠാധിപതി ശ്രീമതി ധർമ്മചൈതന്യ സ്വാമികൾ കൊളുത്തിയ ദിവ്യജ്യോതി വിവിധ ഇവിടുത്തെ 72 ശാഖകളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായ SNDP യോഗം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ SNDP യോഗം, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടക്കുന്ന സംഘടനയായ SNDP യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം നടക്കുന്നത് പറവൂർ SNDP യൂണിയനാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ഒരു സമൂഹത്തിന്റെ ആവട്ടെ വ്യക്തിയുടെ ആവട്ടെ സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ പിൻപറ്റാവുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഉള്ളടങ്ങിയതാണ്. വിവേകപൂർണമായി ജീവിക്കാനാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധനാവാനാണ് പറയുന്നത്. യുക്തിചിന്തയെ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ യുക്തിചിന്തയെ ആയുധമാക്കാനാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ അത് മാത്രമല്ല, വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം ലഭിക്കേണ്ടതുണ്ട്, എല്ലാവർക്കും പാർപ്പിടത്തുണ്ട്, വ്യാവസായികമായ വളർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുദേവൻ സ്പർശിക്കാത്ത ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തയുടെ മണ്ഡലത്തിനകത്ത് ഉൾപ്പെടാത്ത ലോകവ്യവസ്ഥയിലുള്ള ഒന്നും തന്നെ ഇല്ലാന്ന് കാണാനായിട്ട് സാധിക്കും. എല്ലാം ഉൾപ്പെടുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ള ഒരു ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും 10 മടങ്ങ് മെച്ചപ്പെട്ടുകൊണ്ട് ഈ ഒരു ചതയ ദിവസം പറവൂര് മഞ്ഞക്കടലായി മാറുമ്പോൾ തീർച്ചയായും മുന്നോട്ടുള്ള SNDP യോഗത്തിന്റെ പ്രയാണം അത് അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു താങ്ങായും തണലായും മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സമ്മേളന വേദിയിൽ വിദ്യാഭ്യാസ അവാർഡുകളും യൂണിയൻ തല കലാമത്സരങ്ങളുടെ സമ്മാനങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു. വിവിധ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ജനസഹസ്രങ്ങൾ പീതവസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയാണ് ജയന്തി ഘോഷയാത്രയ്ക്ക് സമാപനം കുറിച്ചത്. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം D. പ്രസന്നകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി.